ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് കണ്ടാൽ അത്രയും ഉപകാരമായേനെ. അപ്പോൾ നമ്മുടെ BV380 കോഴികളെ അവർക്ക് തീറ്റയൊക്കെ കൊടുക്കുന്ന തിരക്കും രാവിലത്തെ തിരക്ക് ഇത് തന്നെയാണ് കേട്ടോ. കാര്യമായിട്ട് ഇവരെ എടുത്ത് വരിക, പിന്നെ ഇവരെ തീറ്റ കാര്യങ്ങൾ, വെള്ളം, ഇവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ അവർക്ക് തീറ്റയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ BV380 കോഴികളെ വളർത്തുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണിത്. അതായത് ഇനി വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ കോഴി വളർത്തലിലേക്കൊക്കെ ഇറങ്ങാനും വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളും ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടിയാണ് ഇത്. അതായത് നമ്മൾ BV380 കോഴികളെ വളർത്തുന്ന സമയത്ത് ചെറിയൊരു കടന്നൽക്കൂടും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷീറ്റ്, അതായത് തീറ്റ കൊടുക്കുന്ന സമയത്ത് കണ്ടതാണ് ഈ കടന്നൽക്കൂട്. ഒരു കുത്ത് കിട്ടിയാൽ തീർന്ന്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കൊടുത്തതാണ്, അതിനെ അനക്കാണ്ട് കൊടുത്തതാണ് കേട്ടോ. കാരണം അതങ്ങാൻ തട്ടിപ്പോയാൽ പോയി, നമ്മുടെ കുത്ത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ BV380 കോഴികളെ വളർത്തുമ്പോൾ നമുക്ക് ഒരു വരുമാനം വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു വരുമാനം കിട്ടണം, ഈ ഒരു ലാഭം അത് എന്തായാലും ഈ ഒരു കോഴി വളർത്തലിൽ കൂടെ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു മാർഗം തന്നെയാണ്, ഒരു വരുമാനം കിട്ടാനും വേണ്ടിയിട്ട് നല്ലൊരു മാർഗം തന്നെയാണ് എനിക്ക് കോഴി വളർത്തൽ കേട്ടോ. അത് BV380 കോഴി ആയാലും നാടൻ കോഴി ആയാലും ഒക്കെ തന്നെ നല്ലൊരു ഉപകാരം എനിക്ക് ഈ ഒരു കോഴി വളർത്തലിൽ കൂടെ കിട്ടുന്നുണ്ട്. നമ്മൾക്ക് ഒരു കൈച്ചെലവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു പൈസ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്കത് കയ്യിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഏതൊരു വീട്ടമ്മ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കോഴി വളർത്തൽ. വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ അതിന് വേണ്ട നല്ല രീതിയിൽ അവരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും കേട്ടോ. പിന്നെ ഈ കോഴികൾ ഒരു വർഷമാണ് നമുക്ക് മുട്ട തരികയെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഒരു വർഷത്തിൽ മേലെയായിട്ടുള്ള കോഴികളുണ്ട്, ഇപ്പോഴും മുട്ടയിടുന്നുണ്ട്. പിന്നെ തൂവൽ കൊഴിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. തൂവലുകൾ കൊഴിയാൻ തുടങ്ങും ഈ കോഴികൾക്ക്. തൂവൽ കൊഴിയുന്ന സമയത്ത് മുട്ടയ്ക്ക് കുറച്ചൊരു മുട്ടയിടുന്നതിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. കാരണം അധികം മുട്ട അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പ്രയാസം ഉണ്ടാവും. കാരണം അതെന്താണെന്ന് വെച്ചാൽ കാൽസ്യം കുറയുന്നത് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, വൈറ്റമിനും ഇതൊക്കെ കുറയുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് തൂവൽ കൊഴിഞ്ഞു തുടങ്ങുക. അതൊരു സമയം വരും, നമുക്ക് കോഴികളിൽ ശ്രദ്ധിച്ചാൽ അറിയാം. തൂവൽ കൊഴിഞ്ഞു തുടങ്ങിയാൽ മുട്ട ഉൽപ്പാദനം കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട മരുന്നുകൾ കാര്യങ്ങൾ കൊടുക്കുക. അതായത് വൈറ്റമിൻ ആയാലും പിന്നെ കാൽസ്യം ആയാലും ഇതൊക്കെ മരുന്നുകൾ കറക്റ്റ് വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. തൂവൽ കൊഴിഞ്ഞാലാണ് കൂടുതൽ മുട്ട ഉൽപ്പാദനം കുറയുക കേട്ടോ. കാരണം എൻ്റെ കോഴികൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം അത് കണ്ടു തുടങ്ങിയ സമയം നന്നായിട്ട് തൂവൽ കൊഴിയും കേട്ടോ. നന്നായിട്ട് തൂവൽ കൊഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ കുറച്ച് മുട്ട ഉൽപ്പാദനം കുറയും. പക്ഷേ അത് പിന്നെ നന്നായിട്ട് നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ തൂവലുകളൊക്കെ വീണ്ടും നല്ല രീതിയിൽ വന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് മുട്ടയിടാനും തുടങ്ങും. കാരണം ഇപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഈ കോഴികളിൽ നിന്നും മുട്ട കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. കാരണം നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കണം, മാർക്കറ്റിംഗ് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അത്യാവശ്യം നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഈ ഒരു മുട്ട വിൽക്കാനുള്ള ഒരു കാര്യം കൂടെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് കിട്ടും. അത് ഞാൻ തീർച്ചയായും ഉറപ്പാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക കോഴി വളർത്തൽ.